ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ വെനസ്ഡേ എത്തിയിരിക്കുന്നു. ബ്യൂട്ടി വ്ളോഗിൻ്റെ ദിവസം. ഇത് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് മുഖത്ത് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. മുഖം തന്നെയാണ് കേട്ടോ ഫോക്കസ്. അതായത് നമുക്ക് പണ്ട് തൊട്ടുള്ള ഒരു അറിവാണിത്. ആൾക്കാർക്കെല്ലാം അറിയാം, ഒരുപാട് പേർക്കറിയാം. പഴയ തലമുറയിലെ നമ്മുടെയൊക്കെ മുത്തശ്ശിമാരും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് ഞവരരി ഈസ് വെരി ഗുഡ് ഫോർ ഹെൽത്ത്. പല കാര്യങ്ങൾ, ഫുൾ ഓഫ് ആൻറ്റി ഓക്സിഡൻ്റ് ഒക്കെയാണ്. ഞവരരിക്ക് സ്കിൻ വൈറ്റനിങ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് നിറം വയ്ക്കാനായിട്ട്, എന്താ പറയുക, സ്കിന്നിലുള്ള കളറിനെ കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യാനായിട്ടുള്ളൊരു ബ്രൈറ്റനിങ് ആൻഡ് വൈറ്റനിങ് പ്രോപ്പർട്ടി ഉള്ളൊരു കാര്യമാണ് ഞവര അരി. പിന്നെ അതുപോലെ അത് ഇച്ചിരി കോസ്റ്റ്ലിയാണ്. പിന്നെ അതുപോലെ നല്ല കൂളിംഗ് ആണ് അതിൻ്റെ കൂളിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ഈ ചൂട് സമയത്തേക്കും പറ്റിയതാണ്. അതായത് ഇതിനകത്തുള്ള അതായത് ആൻറ്റി ഓക്സിഡൻസ് ആണെങ്കിലും മിനറൽസ് ആണെങ്കിലും വൈറ്റമിൻ ബി കോംപ്ലക്സ് പോലെയുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ സ്കിന്നിനൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു വൈറ്റനിങ് ആൻഡ് ബ്രൈറ്റനിങ് പ്രോപ്പർട്ടി ഉണ്ട്. മാത്രമല്ല സ്കിൻ പെട്ടെന്ന് റിജുവിനേറ്റ് ചെയ്യാനും പറ്റും. ഡള്ളായിട്ടിരിക്കുന്ന സ്കിന്നിനെയൊക്കെ ഭയങ്കര എന്താ പറയുക, ഒരു സുഖമില്ലാതിരിക്കുന്ന സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റായി നല്ല ഫ്രഷാക്കി മാറ്റുകയും ചെയ്യും. അപ്പോൾ ഇത്രയും കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് പിഗ്മെൻറ്റേഷൻ ഫെയ്ഡ് ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ ആക്നെ പ്രോൺ ആയിട്ടുള്ള സ്കിന്നിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും. അതിൻ്റെ അടയാളങ്ങളൊക്കെ ഫെയ്ഡ് ഔട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട്. മാത്രമല്ല ഇപ്പോൾ ഡെഡ് സ്കിൻ സെൽസ് അതെല്ലാം റിമൂവ്, ഒരു എക്സ്ഫോളിയേഷൻ പോലെയുള്ള കാര്യങ്ങളും നടക്കും. ചെറിയ തരിതരിപ്പായിട്ട് അരച്ചിട്ട് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ആ എക്സ്ഫോളിയേഷൻ്റെ പ്രോസസ്സും ഈ കൂട്ടത്തിൽ നടക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ഞവരരിക്കുണ്ട്. ഇത് ഞവരരി തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ അരച്ചിട്ട് കുറച്ച് പാലൊഴിച്ച് അരച്ചാൽ മതി. കുറച്ച് കുഴമ്പ് പോലെ അരച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഞവരരി തന്നെ നമ്മൾ പൊടിപ്പിച്ചെടുക്കുകയാണെങ്കിൽ പൊടിപ്പിച്ച് വെച്ചിട്ട് അതിൽ പാല് ചാലിച്ചിട്ട് മുഖത്ത് തേക്കുക. ഇനി പാല് സ്കിന്ന് പറ്റാത്ത ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ, ഓയിലി സ്കിന്ന് അങ്ങനെയുള്ളവർക്കാണെങ്കിൽ പനിനീര്, ദാറ്റ് ഇസ് റോസ് വാട്ടർ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്താലും മതി. രണ്ടും ഈക്വലി ഗുഡാണ്. എന്തൊക്കെ പറഞ്ഞാൽ ഇത് ഓവറോൾ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റിയും ഓവറോൾ സ്കിന്നിൻ്റെ ആ ഒരു ഹെൽത്തും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഞവര അരി കൊണ്ടുള്ള ഈ ഒരു ഫേസ് മാസ്ക്. എങ്ങനെയാണ് ഞവര അരി പിഗ്മെൻറ്റേഷൻ കുറയ്ക്കുന്നതും സ്കിൻ വൈറ്റനിങ് ഉണ്ടാക്കുന്നതും എന്നുള്ളതിൻ്റെ പ്രധാന കാരണം ഇതിനകത്തുള്ളൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഈ ആൻറ്റി ഓക്സിഡൻറ്റ് നമ്മുടെ സ്കിന്നിലുള്ള മെലാനിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. നമ്മുടെ സ്കിന്നിലുള്ള ഒരു എൻസൈമാണ് ടൈറോസിനേസ്. ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ എക്സാക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. ടൈറോസിനേസ്. ഇതിൻ്റെ ഒരു പ്രധാന ജോലി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ ഈ ഡാർക്ക് സ്പോട്ട്സും പിഗ്മെൻറ്റേഷനൊക്കെ വരുന്നത് ഇതിൻ്റെ പ്രവർത്തനം, അതായത് മെലാനിൻ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു എൻസൈമാണ്. അപ്പോൾ ഈ എൻസൈം ടൈറോസിനേസ് ആണ് നമ്മുടെ മെലാനിൻ പ്രൊഡക്ഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടൈറോസിനേസിനെ ഇൻഹിബിറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്രധാന കർമ്മമാണ് ഞവരരിക്കകത്തുള്ള ആൻറ്റി ഓക്സിഡൻസ് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ അതെന്തുകൊണ്ടാണ് മുഖത്തുണ്ടാകുന്ന പിഗ്മെൻറ്റേഷനൊക്കെ ഫെയ്ഡാകുന്നത്, ഡാർക്ക് സ്പോട്ട്സ് ഫെയ്ഡാകുന്നത്, പിന്നെ അതുപോലെ മുഖം കുറച്ചുകൂടെ വൈറ്റ് ആൻഡ് ബ്രൈറ്റ് ആൻഡ് വൈറ്റനിങ് പ്രോപ്പർട്ടീസ് ഉള്ളത് എന്നുള്ളതിന് വ്യക്തമായ കാര്യങ്ങൾ. അപ്പോൾ എന്താണ് ഞവരരി ഞാൻ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് ഞവര റൈസാണ്. ഞവര റൈസ് വെള്ളത്തിൽ തലേദിവസം ഞാൻ കുതിരാനിട്ടു. ഇപ്പം നല്ലതായിട്ട് വാഷ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നു. ഇനി ഇതിനെ ഈ വെള്ളമൊക്കെ മാറ്റിയിട്ട് ഒന്ന് അരച്ചെടുക്കാം പേസ്റ്റായിട്ട്. ഞവര അരി ഓക്കെ, ഇങ്ങനെ ഇരിക്കുന്നത് റെഡ് കളർ അരി, ബ്രൗൺ, അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഞവര അരി. ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ളൊരു പേസ്റ്റായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ആവശ്യാനുസരണം കുറച്ച് പാല് ചേർത്തിട്ടാണ് അരിച്ചത്. എങ്കിലും നമുക്കൊരു എത്ര വേണം എന്നറിയാൻ പറ്റില്ലല്ലോ. അത് എടുത്തിട്ട് ഞാൻ കുറച്ചുകൂടെ വലിയൊരു പാത്രത്തിലേക്ക് ഇതിൽ നിന്ന് കുറച്ചെടുക്കാം. എന്നിട്ട് കുറച്ചുകൂടി പാലൊഴിച്ചിട്ട് അത് ഇച്ചിരി കൂടെ ഒന്ന് ലൂസാക്കണം. എന്നാലേ ഒരു സ്പ്രെഡബിൾ ആയിട്ട് മാറ്റാം. ഓക്കെ, സ്കിൻ നമ്മുടെ ഇത് പുരട്ടണമല്ലോ. ഇതിനകത്ത് ബി കോംപ്ലക്സ് വൈറ്റമിൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ആൻറ്റി ഓക്സിഡൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ്. ഇച്ചിരി പാലൊഴിക്കട്ടെ ഇതിനകത്തേക്ക്. വേറൊന്നും ചേർത്തിട്ടില്ല, ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ഇത് ഞാൻ ഇച്ചിരി തരിതരിപ്പായിട്ടാണ് അരച്ചിരിക്കുന്നത്. തേച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഗുണമെല്ലാം നമ്മുടെ സ്കിന്നിന് കിട്ടും. നല്ല കൂളിംഗ് ആണ്. പിന്നെ പാലാണ് ഞാൻ മിക്സ് ചെയ്തിട്ടുള്ളത്. എല്ലാം മുഖമൊക്കെ ആ ഡാർക്ക്നെസ് എല്ലാം ഫെയ്ഡാവും. പിഗ്മെൻറ്റേഷൻ എൻ്റെ ഒരു പ്രധാന ഇഷ്യൂ ആണ്. അപ്പോൾ ഞാനിത് ചെയ്യുന്നത് എനിക്ക് വളരെ നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ ചെയ്തോളൂ.
കുഴപ്പമില്ല. ഇത് ഡേ ടൈം ചെയ്യാം, രാത്രി ചെയ്യാം, എപ്പോൾ ചെയ്താലും ഓക്കെയാണ്. സമയം കിട്ടുന്ന പോലെ ചെയ്തോളൂ. എന്ത് ചെയ്താലും അത് കഴിഞ്ഞിട്ടൊരു മോയ്സ്ചറൈസർ പുരട്ടുക. ഓക്കെ, ഇത് ഉണങ്ങട്ടെ. സാധാരണ റൈസ് ഫ്ലവർ അല്ലെങ്കിൽ അരിപ്പൊടി ഞാൻ എപ്പോഴും പറയുന്നതാണ്, അതിനെക്കാട്ടിലും സാധാരണ അരിപ്പൊടിയെക്കാട്ടിലും ഞവര അരി കൊണ്ട് അരിപ്പൊടി ഉണ്ടാക്കി വെച്ചാൽ, ഞാൻ ഒരുപാട് ഫേഷ്യൽസും പിന്നെന്താ പറയുക ഫേസ് പാക്കുകളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം പകരം ആ അരിപ്പൊടിക്ക് പകരം ഞവരയുടെ അരി എടുത്തോളൂ, കുറച്ചുകൂടി നല്ലതായിരിക്കും. അരിയുടെ പൊടി ഇത് സ്റ്റോക്കുള്ളത് നല്ലതായിരിക്കും. അപ്പോൾ ഇതൊന്ന് ഉണങ്ങട്ടെ, ഉണങ്ങിയിട്ട് ഞാൻ തിരിച്ചു വരാം. ഇപ്പം നോക്കിയേ, വലിഞ്ഞു തുടങ്ങി ഇവിടെ എല്ലാം. ഓക്കെ, ഏകദേശമായി. ഓക്കെ, ടവലിടട്ടെ. ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്യാം. വെള്ളം 2 സെറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഒന്ന് ഒപ്പിച്ചു കൊടുക്കുന്നേ. അപ്പോൾ അത് കുറച്ചൊന്ന് ആ ഒരു ഡ്രൈനെസ് പോയിട്ട് ഉണങ്ങിയിരിക്കുമല്ലേ. ഇത് ഞാൻ തരിതരിപ്പായിട്ട് അരച്ചിട്ടുള്ള അരിയാണ്. ഞാൻ പറഞ്ഞില്ല, അരിപ്പൊടിയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതൊരു എക്സ്ഫോളിയേഷനും കൂടി നടക്കും. ഇങ്ങനെ ചെയ്തിട്ട് എൻ്റെ ഡെഡ് സ്കിൻ സെൽസൊക്കെ റിമൂവ് ചെയ്യാനും നല്ലതാണ്. ഇതൊരു ഡീടോക്സിഫിക്കേഷൻ ആൻഡ് ഡീപ്പ് ക്ലെൻസിങ് ആണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ ഉള്ളിലേക്കുള്ള പോസൊക്കെ എന്തെങ്കിലുമൊക്കെ പോസൊക്കെ അടഞ്ഞിരിക്കുവാണെങ്കിലും ഒക്കെ അൺക്ലോഗ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇവിടെ സ്ക്രബൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തോന്നും ഇങ്ങനെ ആകുമ്പോൾ. കാര്യം ഇത് കുറച്ച് തരിയുണ്ടല്ലോ. കണ്ണിൻ്റെ അടിഭാഗം മാത്രം ഒരുപാട് ഇട്ട് വരയ്ക്കാണ്ട് സൂക്ഷിച്ച് ചെയ്യാം. ചെയ്യുമ്പോൾ കഴുത്തിലും കൂടി ചെയ്യുക. നിങ്ങൾ ചെയ്യുമ്പോൾ നല്ലൊരു മാറ്റം ഉണ്ടാകും. യെസ്, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ആഴ്ചയിൽ 2-3 പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ ലോങ് റണ്ണിലും ഇത് യൂസ് ആവും. റൈസ് പൗഡർ ചേർത്തിട്ടുള്ള ഏതൊരു പാക്കിൽ വേണമെങ്കിലും സാധാരണ അരിപ്പൊടിക്ക് പകരം ഞവര അരിയുടെ പൊടി ഉപയോഗിച്ചോളൂ. നമ്മളിങ്ങനെ പൊടിച്ച് വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. ഇനി സെക്കൻഡ് റൗണ്ട് കുറച്ചുകൂടെ ഫ്രഷ് വാട്ടർ. ഓക്കെ, കാണുന്നുണ്ടല്ലോ മാറ്റം. ഫ്രഷ് ആയില്ലേ? റിജുവിനേഷൻ നടന്നില്ലേ? സ്കിൻ റിജുവിനേഷൻ. വാവ്, നല്ലൊരു അഡാൾ സ്കിന്നൊക്കെ മാറിയിട്ട് നല്ല ഫ്രഷ് ആയി. ഇതെല്ലാവരുടെ സ്കിന്നിനും പറ്റും. എല്ലാ സ്കിൻ ടോൺ ഉള്ളവർക്കും ഏത് ടൈപ്പ് സ്കിന്നാണെങ്കിലും ഇത് ഓക്കെയാണ്. ഓക്കെ, ഇനി ഒരു മോയ്സ്ചറൈസർ മാത്രം പുരട്ടിയാൽ മതി. ഓക്കെ, ഒരു എന്താ പറയുക, കുറച്ചുകൂടെ ഒരു ഗ്ലോ പിങ്കിഷ് ആയി വന്നു തോന്നി എനിക്ക്. കുറച്ചുകൂടെ ഒരു റിജുവിനേഷൻ, ഫ്രഷ്നെസ്. ഓക്കെ, എനിക്കങ്ങനെ തോന്നുന്നു. നിങ്ങൾക്ക് തോന്നില്ലേ? യെസ്, ഐ ഓൾസോ ഫീൽ. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അത്ര മാറ്റം ഉണ്ടാവും. പിന്നെ ഇത് റിച്ച് ഇൻ അയണാണ്, സിങ്കാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഡീപ്പായിട്ടുള്ള ഒരു റിജുവിനേഷൻ പ്രോസസ്സ് നടക്കുന്നു. ഫൈൻ ലൈൻസ്, റിങ്കിൾസ് എല്ലാം കുറയ്ക്കും, വരാതിരിക്കാൻ സഹായിക്കും. അങ്ങനെ ഒരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടിയും കൂടിയുണ്ട്. അതിപ്പോൾ അരിപ്പൊടി ഏതാണെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന് കുറച്ചുകൂടെ എക്സ്ട്രാ ഉണ്ട്. ഓക്കെ, അപ്പോൾ സ്കിന്നിനെ ഡീപ്പായിട്ട് നറിഷ് ചെയ്തിട്ട് ഒരു ഡീപ്പായിട്ടുള്ളൊരു സ്കിൻ ഗ്ലോ നമുക്ക് കിട്ടും. നോക്കിയാൽ നല്ല ഫ്രഷ് ആയില്ലേ? ഞാൻ ഒരു ഫേഷ്യൽ ഒരു ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും. ആ ഒരു ഫിനിഷിംഗ് ആണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇച്ചിരി മോയ്സ്ചറൈസർ വരട്ടെ. ഓക്കെ, കുറച്ച് മതി. ഫേസിൽ എന്ത് റിജുവിനേഷൻ പ്രോസസ്സ് ഇതുപോലെ പാക്കുകളൊക്കെ ഇട്ട് ചെയ്താലും ഞാനെപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് രാത്രി ചെയ്യാനാണ്, കിടക്കുന്നതിന് മുന്നേ. കാരണം പുറത്തേക്ക് ഇറങ്ങണ്ടല്ലോ. പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന പകൽ സമയമാണെങ്കിൽ വീണ്ടും നമ്മൾ പൊല്യൂഷനിലേക്കാണ് ഇറങ്ങിപ്പോകുന്നത്. സ്കിന്ന് വളരെ ടെൻഡറായിട്ടിരിക്കുന്ന സമയമാണ്, ഭയങ്കര സോഫ്റ്റ് ആൻഡ് ടെൻഡറായിട്ട്. അന്നേരം പിന്നെ എന്താ പറയുക, പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം, ഈ സൺസ്ക്രീന് അത് ഇതെല്ലാം വരട്ടെ. ഇതാകുമ്പോൾ ഒരു മോയ്സ്ചറൈസർ മാത്രം വരട്ടിയാണ്. കിടക്കുന്നതിന് തൊട്ട് മുന്നേ അല്ല ഞാൻ പറയുന്നത്, ഒരു 7 മണിക്കോ
8 മണിക്ക്. പിന്നെ രാത്രി കിടക്കുമ്പോൾ ആസ് യൂഷ്വൽ നമ്മുടെ സ്കിൻ ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണോ അതൊക്കെ ചെയ്തിട്ട് നമ്മൾ നറിഷിങ് കിടക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന കാര്യങ്ങളില്ലേ, ഏതെങ്കിലും ക്രീം പറ്റുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ മുതലായ കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഴ്ചയിൽ 2-3 ദിവസമെങ്കിലും അതും ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും തോന്നും, ചേച്ചി ഒരുപാട് പാക്കിന് പറയുന്നു, ഒരുപാട് കാര്യങ്ങൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഏതാണ്, റിജുവിനേറ്റ് ആണോ ചെയ്യേണ്ടത്, മറ്റേതാണോ വേറെ കാര്യമാണോ അതൊക്കെ ചോദിക്കും. ഓക്കെ, അപ്പം ഞാൻ പറയുന്നത് വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ എന്നുള്ളത് ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും ചെയ്യാം. പിന്നെ റിജുവിനേറ്റ് ആ ക്രീമൊക്കെ വേണമെങ്കിൽ അല്ലാതെയും നമുക്ക് പുരട്ടാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ആഴ്ചയിൽ ഒരു 3 ദിവസം അത് പുരട്ടാം. ഇങ്ങനെ മാറി മാറി സ്കിന്നിൻ്റെ നമ്മുടെ ടോണും നമ്മുടെ നീഡും അനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത്. സ്കിൻ എത്രത്തോളം സോഫ്റ്റ് ആൻഡ് ഇതായിരിക്കുന്നു. ഇതിപ്പോൾ ഞാനൊരു മോയ്സ്ചറൈസറാണ് വരട്ടെ, സ്ലോക്സ്ബേയുടെയാണ് ഇപ്പോൾ ഞാൻ പുരട്ടിയിരിക്കുന്നത്. ഓക്കെ, അതും വളരെ നല്ല, അതിപ്പോൾ രാത്രി തന്നെ ആവണമെന്നില്ല, എനി ടൈം യു ക്യാൻ. മോയ്സ്ചറൈസിങ് ആണിത്. പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു സ്ലോക്സ്ബേയുടെ ഇട്ടിട്ടാണെങ്കിൽ അതിൻ്റെ മേലെ ഒരു സൺസ്ക്രീൻ ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങും. പെർഫെക്റ്റ് അല്ലേ, ശരിയായില്ലേ? ഓക്കെ, അപ്പോൾ ഈ പ്രാവശ്യത്തെ ബ്യൂട്ടി വ്ളോഗ് ഇതാണ്. നോക്കുക, ഇതിപ്പോൾ സമ്മറിന് നല്ലതാണ്, കൂളിംഗ് ആണ്. ഇപ്പോൾ സൺബേണോ ഇൻഫ്ലമേഷൻ, സൺബേണുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ നീരോ ഇൻഫ്ലമേഷനോ നീറ്റലോ മുഖത്തൊരു തടിപ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കരിവാളിപ്പോ ഒക്കെ ഉണ്ടെങ്കിലും മാറും. ഇറ്റ് ഹാസ് ഗോട്ട് എ കൂളിംഗ് പ്രോപ്പർട്ടി ഓൾസോ. അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടുമെന്ന് തന്നെ വിചാരിക്കും, നിങ്ങൾക്ക് ഇഫക്റ്റീവ് ആകും. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.